ഹലോ ഗൈസ്, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിവളെ കാണുന്നത്. ഇതെന്റെ കസിനാണ്. ഇവളുടെ വീട് എറണാകുളത്ത്, എന്റെ വീട് തൃശ്ശൂർ ആയ കാരണം ഞങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ കാണും. ചിലപ്പോൾ അതൊന്നും നടക്കാറില്ല. നമ്മൾ ഒത്തുകൂടിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തറവാട്ടിലെ ബിഗ് ബ്രദറിന്റെ ഹൗസ് വാമിംഗ് ആണ്. കുറെ കാലങ്ങൾക്ക് ശേഷം കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ പറയാൻ വെച്ച ഗോസിപ്പ് സ്റ്റോറീസ് ആണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഹൗസ് വാമിംഗ് നടക്കാൻ പോകുന്ന വീട്. എല്ലാവരും അതിന്റേതായ തിരക്കിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വലിയ വ്ളോഗേഴ്സിനെ പോലെ വീഡിയോയും എടുത്ത് നടക്കായിരുന്നു അവിടെ. എല്ലാ കുടുംബത്തിലും കാണും പറഞ്ഞാൽ കേൾക്കാത്ത രണ്ടെണ്ണം. എന്റെ കുടുംബത്തിൽ അത് ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും ഇന്നലെ കണ്ട ആൾക്കാരെ പോലെയാണ്. ഈ വീടിന്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ തറവാട് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇത്രയും കാലത്തെ കഥകൾ പറഞ്ഞു വന്നപ്പോഴത്തേന് രാത്രി ഇവിടെ ഒരാഴ്ച നിൽക്കാനുള്ള സെറ്റപ്പിലാണ് വന്നതെങ്കിൽ എനിക്ക് 2 ദിവസം തികച്ച് നിൽക്കാൻ പറ്റില്ല. എനിക്ക് തിങ്കളാഴ്ച എക്സാം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച വൈകിട്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ടൈം വൈബാക്കാൻ പറഞ്ഞിട്ട് നമ്മൾ രാത്രി നടക്കാനൊക്കെ ഇറങ്ങി. ശേഷം വീട്ടിൽ വന്ന് അടുക്കളയിലൊക്കെ കയറി അവരെ ഹെൽപ്പ് ചെയ്യാന്ന് കരുതി. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എനർജി വേണം പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നാരങ്ങവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണികൾ ചെയ്യാൻ കരുതി വീട്ടിൽ പോയി ഞങ്ങൾ ഇങ്ങനെയാണ് തിരിച്ചു വന്നത്. ഇനി ശരിക്കും പണി ചെയ്യാൻ തേങ്ങയൊക്കെ ചെറിയ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. നൈസായിട്ട് മാമാനെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മൾ സൈഡിൽ വീഡിയോ എടുത്തു. വൈദവേ ഇതാണ് നാളെ ഹൗസ് വാമിംഗ് നടക്കാൻ പോകുന്നത്. പണികളൊക്കെ തീർന്ന സ്ഥിതിക്ക് കുറച്ച് വൈബ് ആക്കാന്ന് കരുതി ഞങ്ങൾ മേലെയാണ് കയറി കിടന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വൈബ് ഒന്നുകൂടെ കൂട്ടാൻ കരുതി ഞങ്ങൾ ടെറസിന്റെ മേലെ കയറിയിട്ടാണ് കിടന്നുറങ്ങിയത്. കണ്ണൂർ നോക്കിയപ്പോൾ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി പരിപാടി നടക്കുന്നതിലേക്ക് പോയി. അവിടെ നല്ല തിരക്കായ കാരണം വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് നാളെ എക്സാം ആയ കാരണം ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് വരും. ആ സങ്കടത്തിലൊന്ന് വൈബ് ആക്കാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ച് ഡാൻസ് കളിക്കും. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോകേണ്ട നേരമായി. ഇനി ഞങ്ങൾ മേ ബി കാണാൻ പോകുന്നത് ഇവളുടെ കല്യാണത്തിനായിരിക്കും. കല്യാണത്തിന് ശേഷം എനിക്ക് ഇവളെ ഇതേപോലെ കിട്ടുമെന്നുള്ളതായിരുന്നു എന്റെ ഏക ടെൻഷൻ. നല്ല സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ അവളോട് ഭയം പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു.